സാധാരണഗതിയിൽ എല്ലാ പ്രോഡക്റ്റിന്റെയും ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത് മെഗാസ്റ്റാർസ് ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ മെസ്സിയെ കൊണ്ടുവരാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ കൊണ്ടുവരാം, അല്ലെങ്കിൽ നെയ്മറെ കൊണ്ടുവരാം, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കൊണ്ടുവരാം. ബ്രാൻഡ് അംബാസിഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഷോമാൻ എന്നുള്ളതാണ്. കാരണം അതിലേക്ക് ആളെ ആകർഷിക്കുക എന്നുള്ളതാണ്. പക്ഷെ ബാവക്ക എന്ന് പറഞ്ഞാൽ റൊണാൾഡോ അല്ല, മെസ്സി അല്ല, നെയ്മറും അല്ല, സാധാരണ അറക്കൽ ബാവയാണ് അദ്ദേഹം. പക്ഷേ എന്താണ്, ഞാൻ 2 തവണ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, നിങ്ങൾ ചന്ദ്രികയിലേക്ക് വേണ്ടി ഈ മെക്സവനെ കുറിച്ച് നല്ല ഒരു ആർട്ടിക്കിൾ ചെയ്യണം, ഒരു ലേഖനം എഴുതിയിട്ട് ആളുകളിലേക്ക് അത് എത്തിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എഴുത്ത് കമാൽ നിർവഹിച്ചാൽ മതി, ഞാനിതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എഴുത്ത് നിങ്ങൾ നിർവഹിക്കുക, ഇത് ആളുകളിലേക്ക് എത്തിക്കുക എന്നാണ്. ഈ വേദിയെ സാക്ഷി നിർത്തി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ മെക്സവൻ എന്നുള്ള ഈ വ്യായാമ മുറയെ, ഈ മാനുഷിക ഐക്യത്തിന്റെ വലിയ അടയാളത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ വായനാ ലോകത്തേക്ക് എത്തിക്കാനുള്ള എല്ലാ പ്രയത്നവും എൻ്റെ സുഹൃത്ത് അജീഷ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്കുണ്ട്. ഞങ്ങൾ ഇത് ഏറ്റെടുത്തു എന്നുകൂടി പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നിർവഹിക്കുന്നു.